പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനെ ദൈവം ശക്തമായി ഇന്ന് രാത്രിയിലും ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത് പിന്നീട് കേൾക്കുന്നവർക്ക്, ഇത് ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാട്ട് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട്. സ്തോത്രം സ്തോത്രം പരിസ്ഥനായ ദൈവമേ, സ്വർഗീയപിതാവേ, തിരുവാതിയുടെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. രാത്രി കാലം പിന്നെ അവിടുത്തെ പാതിരവുമായി അവിടുത്തെ പാതവിടം കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്രമിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനെ മറ്റുമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് പഠിപ്പിക്കുന്നതായ ദൈവദാസിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ വളരെ ഏകാഗ്രതയോടെ ഇന്ന് പഠിക്കുവാനും ദൈവദാസിനെ പഠിപ്പിക്കാനുള്ള ദൈവകൃപ അവിടുന്ന് പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി ഇറങ്ങുവാൻ, നൂറുമേനി ഫലം കായ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാണമേ. കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളെ പഠിപ്പിച്ചതായ വചനങ്ങളൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ഞങ്ങളുടെ വചനം പഠിപ്പിക്കുന്ന ദൈവദാസിനെ മറ്റുമായി ഏൽപ്പിക്കുന്നു. വചനം പഠിക്കുന്നതായ ദൈവമക്കൾ എല്ലാവരെയും പേരുപരായി കുടുംബമായി കുഞ്ഞുങ്ങളായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയുടെ മറയിൽ അടിയങ്ങളെ ഇരുത്തണം. സന്നിധാനത്തോടെ ഏകാഗ്രതയോടെ ഇരുന്ന് അവിടുത്തെ വചനം പഠിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്റേഴ്സ്. ലാലി, ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മനോഹരമായിരിക്കുന്ന ഈ സന്ധ്യാസമയത്ത് എൻ്റെ സ്നേഹമെന്ന് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ഷാജി പാസ്റ്റർ, ലാലു പാസ്റ്റർ, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന മറ്റുള്ള ദേവദാസന്മാർ, പഠനത്തിനായിട്ട് വന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ പഠനം അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വന്ന് കഴിഞ്ഞ ആഴ്ച രാത്രിയിൽ അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ സുന്ദരം എന്ന് പറഞ്ഞ ഗോപുരത്തെങ്കിൽ ഇരുന്ന അമ്മയുടെ ഗർഭം മുതലേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഉള്ളപ്പോൾ തന്നെ ജനിച്ചു വളർന്ന് 40ഓളം വയസ്സുള്ള ഒരു മുടന്തൻ അവിടെ ഭിക്ഷയാചിച്ച ആ പ്രിയപ്പെട്ടവൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ സൗഖ്യമാക്കി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു മുഖവരയായിട്ട് നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതിനെക്കുറിച്ച് തുടർന്നും ആ വിഷയം തന്നെ എടുത്ത് 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും കൂടെ ചേർത്ത് ഇന്ന് രാത്രി പഠിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ 3-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് ജനമെല്ലാം കൂടി വന്നപ്പോൾ ഇങ്ങനെ ഈ മുടന്തൻ നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും തുള്ളുന്നതും ദേവാലയത്തിലെല്ലാം കയറി ഇറങ്ങി കർത്താവിനെ സ്തുതിക്കുന്നതും എല്ലാം കണ്ട് വളരെ ജനക്കൂട്ടം അവിടെ ഓടിക്കൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അത് കണ്ടപ്പോൾ പത്രോസ് ഇതെന്താണെന്നും എന്തുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവൻ ഈ മുടന്തനായാലും നടക്കാൻ സാധിച്ചെന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരുടെ വചനത്തിൻ്റെ ഒക്കെയും അടിസ്ഥാനത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദേവാലയ പ്രമാണികൾ വന്ന് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ കസ്റ്റഡിയിൽ ആക്കി വെക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അവരെ ഇറക്കി കൊണ്ടുവന്ന് അവരോട് ഏത് രീതിയിലാണ്, ഏത് നാമത്തിലാണ്, ഏത് അധികാരത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ
അതിൻ്റെ മറുപടിയാണ് അപ്പോസ്തലനായ പത്രോസ് അവരോട് പറയുന്നത്. ഓൾറെഡി 3-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുവാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ആ ദേവാലയ പ്രമാണികൾ കൊണ്ടുവന്ന് അവരുടെ മധ്യത്തിൽ നിർത്തി അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു മറുപടി താൻ പറഞ്ഞു. ആ മറുപടിയാണ് ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ബിൻസി അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചായിട്ട് പ്രൈസലോട്. 4-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചവനുമായി നസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ആമേൻ. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഇവരെ തലേ ദിവസം ഈ അത്ഭുതം നടന്ന ആ ദിവസം അവരെ കസ്റ്റഡിയിലാക്കി കൊണ്ടുവന്നു. പിറ്റേ ദിവസം അതാണ് അങ്ങനെയാണ് 4-ാം അധ്യായം തുടങ്ങുന്നത്. പിറ്റേ ദിവസം അവരെ കൊണ്ടുവന്ന് ഇവരുടെ മുമ്പിൽ നിർത്തി. സൻഹെദ്രിൻ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച അതേ കൂട്ടമാണ് ഈ കൂട്ടം. സൻഹെദ്രിൻ 71 അംഗങ്ങളുള്ള ഇസ്രായേലിലെ വളരെ ശക്തമേറിയ ഒരു കോർട്ടാണ് ഈ സൻഹെദ്രിൻ. അതിൻ്റെ മുമ്പിലാണ് ഇവരെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതങ്ങൾ കണ്ട് ഇവരെ വിളിച്ചു കൊണ്ടുവന്ന് ഇവരുടെ മുമ്പിലായി യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ അധികാരപ്പെടുത്തിയ അതേ സൻഹെദ്രിൻ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമെന്ന് പറഞ്ഞ അതേ സൻഹെദ്രിന്റെ മുമ്പിലാണ് ഇവരും ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ചോദ്യം അതാണ് ഇവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ചോദിച്ചു, ബൈ വാട്ട് പവർ ഓർ ബൈ വാട്ട് നെയിം ഹാവ് യു ഡൺ ദിസ്. 7-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ബൈ വാട്ട് പവർ, എന്ത് അധികാരവും അല്ലെങ്കിൽ ഏത് നാമത്തിലുമാണ് നിങ്ങൾ ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു കാര്യം കാണണം. 8-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, then Peter filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ട് പരിശുദ്ധാത്മ ശക്തി തൻ്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കണം, കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾ കൂടെ സംസാരിക്കും എന്ന് പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. തന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ വിഷമമായ ഒരു ചോദ്യമാണ്. ഇത് കഴിയുമ്പോൾ ഇവരെ എന്തെല്ലാം ശിക്ഷാവിധിക്ക് വേണമെങ്കിലും ഇവർക്ക് വിടാം. ഇതെല്ലാമായ ഒരു ഭയാനകമായ ഒരു സംരംഭത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് തക്കതായ ഒരു മറുപടി പറയുവാൻ കർത്താവ് അവരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ആ സമയത്ത് ഭാരപ്പെടേണ്ട, ചിന്തകുലം നിങ്ങളുടെ മേൽ വരേണ്ട, എൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ പോലെ he was filled with the Holy Spirit and said to them. അങ്ങനെ ആത്മാവ് നിറഞ്ഞ് അവരോട് പറഞ്ഞു, ഇന്ന് ഈ മനുഷ്യന് ലഭ്യമായ ഈ നല്ല കാര്യം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ബൈ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്, whom you have crucified, whom God raised from the dead, by this man stands here before you whole. Praise the Lord. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മനുഷ്യൻ ഇപ്പോൾ ബലം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ കാതലായ വിഷയങ്ങളാണ്. അത് തന്നെ ഒരു വാക്കെടുത്ത് പറഞ്ഞാൽ ഇന്നത്തെ 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്. എന്നാൽ പത്രോസ് ഇവിടെ പറയുന്നതിൻ്റെ പ്രധാന ഒരു കാര്യം ഓർക്കണം,
നിങ്ങൾ ക്രൂശിച്ച യേശു, ആ യേശു മരിച്ചുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഗാഡ് റേസ്ഡ് ഹിം ഫ്രം ദ ഡെഡ്. അവന്റെ മരണത്തിൽ നിന്ന് ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. ആ യേശുവിൻ്റെ നാമത്തിൽ, ആ ഉയർത്തവനായ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. ബൈ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അല്പസമയം ഞാൻ ഈ വിഷയം മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, there is power in the name of Jesus. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള ശക്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം. ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഉള്ള ശക്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരോടും ഒരു മിനിറ്റ്, ഒരു 10 സെക്കൻഡ് എടുക്കാവൂ. നിങ്ങളെല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും ഒരു അല്പസമയം, ഒരു 10 സെക്കൻഡ് യേശു, ജീസസ് 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 എന്ന് നമുക്ക് അല്പനേരം ആ വാക്ക് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. Name of Jesus. There is power in the name of Jesus. There is the name of Jesus. Jesus is the name. Hallelujah. 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 എല്ലാവരും കാര്യങ്ങളെ കർത്താവിനെ സ്തുതിച്ചാട്. There is power in the name of Jesus. ഇന്ന് രാത്രി ആ നാമത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഈ വിഷയം നിങ്ങൾ കേൾക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിലുള്ള ശക്തി എന്ന് കേൾക്കുമ്പോൾ, ഈ കുരുടന്റെ ഈ മുടന്തന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള അത്ഭുതങ്ങൾ കേൾവിക്കാരായ നമ്മളിലും ഇന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതാണ് പത്രോസ് അവിടെ വളരെ പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞത്. നിങ്ങൾ ക്രൂശിച്ചു, മരിച്ചു, അടക്കപ്പെട്ട യേശു, ഉയർത്തെഴുന്നേറ്റവനായ നസ്രയനായ യേശു. പ്രൈസ് ദി ലോർഡ്. ആ യേശു അന്ന് പത്രോസ് പറഞ്ഞതുപോലെ ഇന്നും ഉയർത്തവനായ യേശുവാണ്. ഹല്ലേലൂയ. ആ യേശുവിന്റെ നാമത്തിലാണ് ഇന്ന് രാത്രി ഞാനും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ഈ നാമത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, നമ്മളിലും ഇന്ന് രാത്രി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. The power in the name of Jesus. അതുകൊണ്ട് ചില വേദഭാഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയുള്ള ശക്തിയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി 3 വേദഭാഗങ്ങൾ ഇന്ന് രാത്രി ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എല്ലാവരും ഓർക്കണം, ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ശക്തി. പ്രൈസ് ദി ലോർഡ്. ആ ശക്തി എങ്ങനെയാണ് ഇന്ന് രാത്രി നമ്മളിലും വ്യാപരിക്കുവാൻ ഇടയാകുന്നത്, എങ്ങനെയാണ് നമുക്കും ആ ശക്തി പ്രാപിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലവിധമായ നന്മകൾ ലഭിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, എങ്ങനെ കാര്യമായി തീരും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്താഗതി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, വെറും ഒരു ജ്ഞാനം മാത്രമല്ല, ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ടച്ച് ചെയ്ത് ഒരു അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അത് ഇവിടെ നിന്നാണ് വന്നത്, ആരാണ് കൊടുത്തത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ള 3-4 വാക്യങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ 5 വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ സകലത്തിനും അവനെ അവകാശിയാക്കി വെച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ സകലതും, പ്രൈസ് ദി ലോർഡ്, പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച്
സ്വർഗത്തിൽ താൻ ആക്കിയിരിക്കുമ്പോൾ തൻ്റെ സകലത്തിനും തനിക്ക് അവകാശം കൊടുത്തു. പ്രൈസ് ലോർഡ്. വായിച്ചാണ്. പ്രൈസ് ലോർഡ്. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെയും പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. അവിടെ ഒന്ന് നിർത്തിക്കാൻ സിസ്റ്റർ. അവൻ ആ വാക്യം വായിച്ച അവൻ അവന്റെ എങ്ങനെയാണ്? തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ പാലിക്കുന്നവൻ. പ്രൈസ് ലോർഡ്. ഇന്ന് ഓർത്തു നോക്കണം, യേശു ക്രിസ്തു സകലത്തിനും അവകാശിയാണ്. പ്രൈസ് ലോർഡ്. ലോകത്തിലുള്ള ഈ ലോകത്തിലും മറുലോകത്തിലും എല്ലാ ലോകത്തിലും എവിടെയുള്ളതിലും എല്ലാത്തിൻ്റെയും അവകാശി യേശുവാണ്. പ്രൈസ് ലോർഡ്. അവനാണ് സകലത്തെ നിർമ്മിച്ചത്. അവൻ പിതാവായ ദൈവത്തിന്റെ മുദ്രയും അവന്റെ റിഫ്ലക്ഷനുമാണ്, അവന്റെ പ്രതികരണവുമാണ്. പ്രൈസ് ലോർഡ്. അത് കൂടാതെ തൻ്റെ വചനത്താൽ സകലത്തെയും പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഇന്ന് രാത്രികാലം ഇന്ത്യയിലായിരിക്കുന്ന നിങ്ങളും ഇവിടെ ആയിരിക്കുന്ന അമേരിക്കയിലായിരിക്കുന്ന ഞങ്ങളും ഭൂലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ശ്വസിക്കാൻ ആവശ്യമായിരിക്കുന്ന ആ വായുവും, ഹല്ലേലൂയ, ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണവും ഈ ആകാശഗോളങ്ങൾക്ക് ഉള്ള സകലവിധമായ നക്ഷത്രങ്ങളെ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നുവിധമായ എല്ലാ ഗോളങ്ങളെയും അതിൻ്റെ സ്ഥലത്ത് തന്നെ നിർത്തി രാത്രിയും പകലും ഉണ്ടാക്കി, ഹല്ലേലൂയ, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതും പരിപാലിക്കുന്നതും നിൽക്കുന്നതും അതിനെ എല്ലാം നടത്തുന്നതും എന്തുകൊണ്ടാണ്? അവന്റെ ശക്തിയുള്ള വചനം. പ്രൈസ് ദി ലോർഡ്. ആരുടെ ശക്തിയുള്ള വചനം? മരിച്ച് ഉയർത്തപ്പെട്ട നസ്രേനായ യേശുവിന്റെ വചനം. ഹല്ലേലൂയ. അവന്റെ ശക്തി ഇതിനെല്ലാം പരിപാലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വായിച്ചാൽ ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദേവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠരായി തീരുകയും ചെയ്തു. മതി. പ്രൈസ് ദി ലോർഡ്. ആ വാക്യമാണ് ഞാൻ കൂടുതലായിട്ടും ഒന്ന് പറയുവാൻ ആഗ്രഹിച്ചത്. അവന് ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ ഒരു നാമം, മോർ ആൻ എക്സലന്റ് നെയിം ദാൻ ദ നെയിം ഓഫ് ഏഞ്ചൽസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ അനേക ശക്തിയുള്ള ദൂതന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തിയുള്ള ദൂതന്മാരുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് സെൻഹെറിബിന്റെ ഏകദേശം 1.5 ലക്ഷം വരുന്ന സൈന്യത്തെ ഒരു ദൂതൻ ആ രാത്രി കൊണ്ട് നശിക്കും. അത്ര ശക്തിയുള്ള ദൂതന്മാരാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അതിനേക്കാളും വലിയ നാമം, മോർ എക്സലന്റ് നെയിം ദാൻ ദ നെയിം ഓഫ് ഏഞ്ചൽസ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എല്ലാവരും നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യേണ്ട, കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്. യേശുവിന്റെ നാമം എന്ന് പറയുന്നത് ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ ഒരു നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നോക്കുക, അപ്പൊ ഈ യേശുവിന്റെ നാമത്തിന്റെ അതിന്റെ ശക്തി എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ സകലത്തെയും ഉളവാക്കിയവനാണ്, സകലത്തിന്റെയും അവകാശിയാണ്. ഹല്ലേലൂയ. പ്രൈസ്. അവൻ ദൈവത്തിന്റെ സ്വരൂപമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ വചനത്തിന്റെ ശക്തി കൊണ്ട് ഭൂലോകവും അതും മുഴുവനും നിൽക്കുന്നു, പരിപാലിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൂതന്മാരെക്കാളിലും വലിയ നാമമുള്ളവനാണ് എന്ന് ഇവിടെ പറഞ്ഞ്, ഹല്ലേലൂയ, അവന്റെ നാമത്തിന്റെ മഹത്വത്തിന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ വായിച്ചു കൊള്ളണം. വളരെയധികം അർത്ഥമുള്ള ഭാഗങ്ങളാണ്. ഈ 4 വാക്യങ്ങൾ വായിച്ചത് അതിനെ വീണ്ടും അല്പം കൂടെ വിവരീകരിച്ച് എബ്രായ ലേഖനക്കാരൻ ഒരു അധ്യായം മുഴുവനും എഴുതിയിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ മുഴുവനും അതിന്റെ സമ്മറി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ മഹാത്മ്യം. പ്രൈസ് ദി ലോർഡ്.
യേശുക്രിസ്തുവിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ ആ വലുതായ നാമത്തിന്റെ ബലം, ഇതെല്ലാമാണ് ഈ എബ്രായ ലേഖനക്കാരൻ ഈ 1-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ മുഴുവൻ അത് വായിച്ച് നിങ്ങൾ വീണ്ടും അത് പ്രാർത്ഥിച്ച് അതിൽ കൂടി ദൈവാത്മാവ് നിങ്ങൾ സംസാരിക്കാൻ തക്കണം പ്രാർത്ഥനയോടെ നിങ്ങൾ അധ്യായം നിങ്ങൾ വീണ്ടും വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമം. ഇനിയും മേഴ്സി വായിച്ചാട്ട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ ഒന്നുകൂടെ ഒന്ന് നിർത്തി ഒന്ന് വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എവിടം വരെ ഉയർത്തിയത്? സകല നാമത്തിനും മുകളിലായിട്ടുള്ള യേശുവിന്റെ നാമം നൽകി. സകല നാമത്തിനും മേലായ നാമം നൽകി. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും അങ്ങനെയുള്ള യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ഈ ലോകത്തിലുള്ളവരും സ്വർലോകത്തിലുള്ളവരും അധോലോകത്തിലുള്ള എല്ലാവരുടെയും മുട്ടുകൾ മടങ്ങുകയും യേശു കർത്താവെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, യേശുവിന്റെ നാമത്തിന്റെ യേശു 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 യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഒന്ന് നോക്കണമേ. എല്ലാം നാമത്തിന്റെയും മുകളിൽ അവന്റെ നാമം എന്ന് പറഞ്ഞാല് ഈ ലോകത്തിലുള്ള എല്ലാം, പ്രൈസ് ദി ലോർഡ്, ആനയാട്ടെ, കുതിരയാട്ടെ, മനുഷ്യരാകട്ടെ, പിശാചാകട്ടെ, എന്തെല്ലാം പേരുണ്ടോ അതിൻ്റെ എല്ലാം ഈ ലോകത്തിലും അധോലോകത്തിലും സ്വർലോകത്തിലുമുള്ള എല്ലാ പേരുകളുടെയും മേലായിട്ടാണ് ആരുടെ പേര്? യേശുവിന്റെ പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അത്രമാത്രം മഹാത്മ്യമുള്ള, അത്രമാത്രം ഉയർത്തവനായ, അത്രമാത്രം ശക്തിയുള്ളവനായ ഒരു നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. തന്നെയല്ല, സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങിയിട്ട് യേശു കർത്താവ്, ജീസസ് ഈസ് ദ ലോർഡ് എന്ന് എല്ലാ നാവുകളും പറയും. പ്രൈസ് ദി ലോർഡ്. എല്ലാം സംസാരിക്കാൻ കഴിവുള്ളതും എല്ലാത്തിനും അറിയാവുന്ന ഒരു വിഷയമാണ് യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ യേശുവാണ് എല്ലാത്തിനും അധികാരമുള്ളവൻ. അവൻ പിശാചിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്മേൽ അധികാരമുള്ളവൻ, കാറ്റിനെയും കടലിന്മേലും അധികാരമുള്ളവൻ, ഹല്ലേലൂയ, പ്രകൃതികളുടെ മേൽ അധികാരമുള്ളവൻ, എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. അത്ര മഹാത്മ്യമുള്ള നാമമാണ് അവന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും സുജ വായിച്ചാട്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ നിർത്തി വായിക്കണം. ഇവിടെ വാഴ്ചകളെയും അധികാരത്തെയും കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇവിടാണ് യേശുവിന്റെ സ്ഥാനം, അതിനുള്ള ബന്ധത്തിൽ എന്താണെന്ന് എഫേസ്യ ലേഖനം അതിന്റെ ആദ്യത്തെ വാക്യം മുതൽ വായിച്ചാൽ അതിന്റെ ഏറ്റവും കൂടുതൽ അർത്ഥം മനസ്സിലാകും. എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് 15-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്
ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മതി. പ്രൈസ്. താങ്ക് യു സിസ്റ്ററെ. ഈ വായിച്ച വേദഭാഗം ഒരു 15 പ്രസംഗങ്ങളുടെ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനുള്ള സമയമില്ല. എന്നാൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ എഫേസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ പ്രാർത്ഥനാ വിഷയമാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് നിറയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ 19-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, ആൻഡ് വാട്ട് ഈസ് ദ എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ടുവേർഡ്സ് അസ് ഹു ബിലീവ്. വിശ്വസിക്കുന്നവരായ നമ്മളോട് അവന്റെ മഹിമയുടെ, അവന്റെ ശക്തിയുടെ, പ്രതാപത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ്. ഓർത്ത് നോക്കണമേ, ഈ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി എന്താന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് താൻ ഇത് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് നാം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് എബവ് all principality, 21-ാം വാക്യം, and power and might and dominion and every name that is named, not only in this age but also in that which is to come. എല്ലാ നാമത്തിനും എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരങ്ങൾക്കും പേര് വിളിക്കപ്പെട്ട എല്ലാത്തിനും ഈ യുഗത്തിൽ മാത്രമല്ല ഇനിയും വരുവാനുള്ള യുഗത്തിലുള്ള എല്ലാത്തിനും മേലായ നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രമാത്രം അധികാരമുള്ള നാമമാണ്, അത്രമാത്രം മഹത്തായ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് രാത്രി ഈ യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവന്റെ മഹിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവന്റെ പ്രതാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള വാക്കുകളൊന്നും അത് വേണ്ടുന്ന പോലെ അതിനെ വിവരിക്കുവാൻ കഴിവില്ല. തന്നെയല്ല, I am a human being trying to explain this incomprehensible God. നമുക്ക് ആർക്കും മനസ്സിലാകാത്ത അത്രമാത്രം തേജസ്സിന്റെ അപ്പുറം വസിക്കുന്ന ഈ വലിയവനായ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് വിവരിക്കുവാൻ ഒരു മനുഷ്യനായിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ കൂടി, എൻ്റെ ആലോചനയിൽ കൂടി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി ഞാനത് സംസാരിക്കുന്നുവെങ്കിലും അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൈസ്. അത് ഓർത്ത് നോക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിഷയത്തിന്റെ 10 മടങ്ങ് 100 മടങ്ങ് 1000 മടങ്ങാണ് ഈ യേശുവിന്റെ നാമത്തിന്റെ പ്രാഗൽഭ്യം. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കിയവരെല്ലാം ഒന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ നാമമാണ്, ഈ യേശുവിന്റെ നാമം, ദ നെയിം ഓഫ് ജീസസ്. ഇതാണ് അപ്പോസ്തലനായ പത്രോസ് ആ സൻഹെദ്രിന്റെ മുമ്പിൽ, ആ യഹൂദ കോടതിയുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഈ മനുഷ്യൻ സൗഖ്യമായത് നിങ്ങൾ ക്രൂശിച്ച് മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ദൈവം ഉയർത്തിയ നസ്രയനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ടാണ് ഇവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് താൻ അവരോട് പറയുകയാണ്. അതുകൊണ്ട് ഈ യേശു എന്ന നാമത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അല്പകാലമായിട്ട് ഞാൻ വിവരിച്ചത് പറഞ്ഞതിന്റെ കാരണം ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ആരാണ് ഈ യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും എൻ്റെ അടുത്ത വിഷയം, ഈ സൗഖ്യമാക്കിയപ്പോൾ, ഈ മനുഷ്യൻ സൗഖ്യമാക്കിയപ്പോൾ ഇവര് പറഞ്ഞു ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചോദ്യം നമ്മളുടെ മുമ്പിൽ ഉണ്ട്. ഹല്ലേലൂയ. ഈ അധികാരം, പ്രൈസ് ദി ലോർഡ്, ഇവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണെങ്കിലും ഈ സൗഖ്യമാക്കാൻ കാരണമായി തീർന്നത് അപ്പോസ്തലനായ പത്രോസിന്റെയും യോഹന്നാന്റെയും ആ വാക്കുകൾ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ പ്രിയപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചപ്പോൾ ആണ് ഈ മനുഷ്യന് സൗഖ്യമുണ്ടായത്. അപ്പോൾ ജീസസ് ഗേവ് them the authority to use his name. Praise the Lord.
യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ താൻ തൻ്റെ അധികാരമുള്ള നാമം നമുക്ക് തന്നു. പ്രൈസ് അത് ഉപയോഗിക്കാൻ വേണ്ടി. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പവർ ഓഫ് അറ്റോണി. ഒരു മിനിറ്റ് എടുത്ത് അത് അല്പം വിവരിച്ച് പറയാം. പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തനിക്കുള്ള കാര്യങ്ങളെ നോക്കുവാൻ വേണ്ടി വേറൊരു വ്യക്തിക്ക് എഴുതി കൊടുക്കുന്ന ഒരു രേഖയുടെ പേരാണ് പവർ ഓഫ് അറ്റോണി. അതിൻ്റെ മലയാളം എനിക്ക് അറിയത്തില്ല. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ആ മലയാളം വേർഡ് കിട്ടിയില്ല. ഞാനത് ലാലു ബ്രദറിന് ഒരു നോട്ട് അയച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അയക്കുമ്പോൾ അത് തർജ്ജമപ്പെടുത്തി അയക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദ പവർ ഓഫ് അറ്റോണി, അതാണ് യേശു ക്രിസ്തു തന്നത് എന്ന് പറഞ്ഞാൽ പവർ. ഇപ്പം ഞാനിവിടെ അമേരിക്കയിലാണ് എന്ന് അറിയാമല്ലോ. അപ്പം എനിക്ക് ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ എനിക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്കൊരു രേഖ എഴുതാം. ഞാൻ ഇന്നിടത്ത് ഇന്നാരെ ഈ രേഖ മൂലം ഇന്നിടത്ത് ഇന്നാരെ ഈ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ വേണ്ടി ഞാൻ ഏർപ്പിക്കപ്പെടുന്നു, അതെൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഇവിടെ പോയി തഹസിൽദാരുടെ ഓഫീസിലോ അതുപോലെ ഓഫീസിൽ പോയി അത് നോട്ടറൈസ് ചെയ്ത് അത് സീല് വെച്ച് ആ രേഖ ആ ആളിന് കൊണ്ട് കൊടുത്താൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ആളിനും ചെയ്യാൻ സാധിക്കും. അതാണ് പവർ ഓഫ് അറ്റോണി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഇപ്പോൾ ലോകത്തിൽ ഇല്ല. തൻ്റെ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യമുണ്ട്. എന്നാൽ താൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തായി താൻ ഇരിക്കുമ്പോൾ ഈ ലോകത്തിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു അവകാശം, ഒരു പവർ ഓഫ് അറ്റോണി, ഒരു രേഖ എഴുതി നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞേക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഉള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് എ ഡെലഗേറ്റഡ് അതോറിറ്റി. തൻ്റെ അവകാശം, തൻ്റെ അധികാരം, തൻ്റെ സ്വന്തം ഇഷ്ടത്താൽ നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു പരിപാടിയാണ് പവർ ഓഫ് അറ്റോണി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്നുകൊണ്ട് വാക്യങ്ങൾ വായിക്കാം. ഈ പവർ ഓഫ് അറ്റോണി നമുക്ക് കർത്താവ് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം ബിൻസ് വായിച്ചായിട്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. Praise the Lord. Hitherto you have not asked anything. ഇതേവരെ നിങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അത് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അവൻ നിങ്ങൾക്ക് തരും. കാരണം ഞാൻ ഇനി ഇവിടെ ഇല്ല, ഞാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ, വെറുതെ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, ചോദിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ആരുടെ പേര് വേണം ചോദിക്കാൻ? യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് തരും. എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, ഈ ലോകത്തിലായിരിക്കുന്ന വിശ്വാസികളായി നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പവർ ഓഫ് അറ്റോണിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവ് നിങ്ങൾക്ക് തരും എൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമുക്ക് 5 വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിച്ചാൽ. ഭൂമിയിൽ വച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൻ്റെ നാമത്തിൽ 2 പേര്, അതുകൊണ്ടാണ് പറഞ്ഞത് 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമം നമുക്കുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്,
അത് വേറൊരു വാക്യമാണ്. ഈ പവർ ഓഫ് അറ്റോർണി നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വേറൊരു ഒരു തെളിവാണ് ഈ വാക്യം. പ്രൈസ് ലോർഡ്. ഇനി വേറൊരാള് മേഴ്സി മേഴ്സി മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ വായിച്ചു, അതും കൂടെ വായിച്ചു. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവന് മുമ്പ് ഒരു വാക്യമുണ്ടല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം, പ്രൈസ് ലോർഡ്, അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. എന്തോ പറഞ്ഞാട്ടെ സാറേ, പവർ ഓഫ് അറ്റോർണിയുടെ ഒരു മലയാളം ഇവിടെ വെച്ചിരുന്ന നിയമപരവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അധികാരം. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഈ ചാറ്റില് മലയാളത്തിലുണ്ട്. മുക്തിയാർ. യെസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. മുക്തിയാർ. താങ്ക് യു ബ്രദർ, ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. മുക്തിയാർ, അതാണ് അതിന്റെ പേര്. താങ്ക് യു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 28-ാം അധ്യായത്തിന്റെ 18 നമുക്ക് ഒന്നുകൂടെ വായിക്കാം. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മതി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതോടുകൂടി ചേർത്ത് വായിക്കേണ്ട ഒരു വാക്യമാണ് മർക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ. അതും കൂടെ മേഴ്സി വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 16 വരെയുള്ളൂ, 18 ഇല്ല. സോറി, 16-ന്റെ 17-ഉം 18-ഉം. അതൊന്ന് തീർച്ചയാക്കണം നിങ്ങൾ കേട്ടോ. മർക്കോസിന്റെ 16-ാം അധ്യായം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. മനസ്സിലായി. മതി, താങ്ക് യു. അത് നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ആ റെഫറൻസ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം. അത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായമാണ്. 18-ാം നിങ്ങൾ പറഞ്ഞ പോലെ മർക്കോസിന്റെ സുവിശേഷം 17-ഉം 18-ഉം അധ്യായങ്ങളില്ല. പ്രൈസ് ലോർഡ്. ടൈപ്പ് ചെയ്തതിന്റെ തെറ്റ് വന്നതാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരായി നിങ്ങൾ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ അതോറിറ്റി, ഈ മുഖ്യാറ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. തൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട്, തൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് താൻ പറഞ്ഞതായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള അധികാരമാണ് ഈ 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും നമ്മൾ വായിച്ച കാര്യങ്ങൾ, ഈ മുഖ്യാർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അധികാരങ്ങൾ. അത് നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞല്ലോ, ആധാരം എഴുതുമ്പോൾ വസ്തുക്കളുടെ വിൽപ്പന, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ദൈവകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ ദൈവം നമ്മളെ തന്നിട്ടുള്ള മുഖ്യാറാണ്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. 2 കാര്യങ്ങൾ ഇത്രയും നേരമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കേണ്ട. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ നാമം, അതിലുള്ള ശക്തി, അതിൻ്റെ മഹിമ, അതിൽ കൂടി എന്ത് സാധിക്കും?
രണ്ടാമതായിട്ട് ആ യേശു ക്രിസ്തു ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മളെയും അത് ചെയ്യുവാൻ തന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യറിൽ കൂടി, പവർ ഓഫ് അറ്റോണിൽ കൂടി നമ്മളെയും ചെയ്യുവാൻ താൻ അത് അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും മനസ്സിലായവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു. ഇനി ഞാൻ എൻ്റെ ആദ്യമേ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പീറ്റർ ആൻഡ് ജോൺ എക്സർസൈസ്ഡ് ദ പവർ ഓഫ് അറ്റോണി. അപ്പോൾ യോഹന്നാനും അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ സുന്ദരം എന്ന ഗോപുരത്തിൽ, 3-ാം അധ്യായത്തിലെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങൾ പറയുന്നത്, 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു, പോകുമ്പോൾ അവിടെ ഭിക്ഷ യാചിക്കുവാൻ വേണ്ടി ഒരു മുടന്തനെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസും യോഹന്നാനും, നമുക്ക് ആ ഭാഗത്ത് നിന്ന് പോകാം, ഒന്നുകൂടെ വായിച്ചേക്കാം. ഈ മീൻസ് വായിച്ചായിട്ട് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വചനം കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നത് ഇവിടെ പത്രോസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുഖ്യാറിനെ കുറിച്ച് പറഞ്ഞു. അതാണ് ഇവിടെ പത്രോസും യോഹന്നാനും ആ മുഖ്യാർ, ദൈവം കൊടുത്ത, കർത്താവ് യേശു ക്രിസ്തു കൊടുത്ത ആ മുഖ്യാറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് എൻ്റെ വിഷയം. ഇവിടെ പത്രോസും യോഹന്നാനും അവിടെ എഴുതിയിരിക്കുന്ന മൂന്നാം വാക്യത്തിൽ, സീയിങ് പീറ്റർ ആൻഡ് ജോൺ about to go to the temple, fixing his eyes on him, 4-ാം വാക്യം, so he gave him the attention. Then Peter with John said to them, praise the Lord. യോഹന്നാനും അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും കൂടി ഒരുമിച്ച് ഐക്യപ്പെട്ട് ഈ മനുഷ്യനോട് പറയാണ്, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അവര് യേശു കൊടുത്ത നാമത്തിന്റെ അധികാരത്തിലാണ് സംസാരിക്കുന്നത്. അത് അവർ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ 5 വായിച്ചാട്ടെ. അത് അപ്പോസ്തലനായ പത്രോസ് അത് അല്പം കൂടെ വിവരിച്ച് പറയുകയാണ്, ഇത് ഞങ്ങളുടെ ശക്തിയോ പക്തിയോ ഗുണം കൊണ്ടോ ഒന്നുമല്ല, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അവിടെ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വായിച്ചാട്ടെ. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം വ്യക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവരെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? മതി, നിർത്തിക്കാട്. അവിടെ പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ആണ് ഞങ്ങൾ ചെയ്തെന്ന് നിങ്ങൾ ചിന്തിച്ച് ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനല്ല, ഞങ്ങളുടെ ഭക്തിയോ ഞങ്ങളുടെ ശക്തിയോ കൊണ്ടല്ല ഈ മുടന്തൻ നടക്കുമാറാക്കിയത്. അതിൻ്റെ മറുപടിയാണ് ഇനി അടുത്തുള്ള വാക്യങ്ങൾ പറയുന്നത്. അതിൻ്റെ 16-ാം വാക്യം കൂടെ വായിച്ചാൽ സിസ്റ്റർ, 16 വാക്യം, അതാണ് അതിന്റെ മറുപടി. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ശക്തിയല്ല, ഞങ്ങളുടെ ഭക്തിയല്ല, പിന്നെയോ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം കൊണ്ടുള്ള ശക്തി, വിശ്വാസത്താൽ ഈ മുടന്തൻ സൗഖ്യമായി തീർന്നു. ഇപ്പോൾ ഒരു കാര്യം ഓർത്താൽ നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മളാരും ഒരു വ്യക്തിക്ക് പോലും ആരെയും സൗഖ്യമാക്കാനോ ഭൂതങ്ങളെ പുറത്താക്കാനോ ഒരു കാര്യം ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാ സാധ്യമാകുന്നത്? നമ്മളിൽ തന്നിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് യേശുവാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൈസ്, അതെപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു എന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താണ്? അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് അവൻ സൗഖ്യമായത് എന്ന് നമ്മളവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടി തന്നെ പിന്നെ സുജ വായിച്ചാട്ട് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 4:10. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞങ്ങളുടെ പക്വതയല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല, പിന്നെ എന്താണ്? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യേണ്ട ഒന്ന് പറഞ്ഞാൽ മതി. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, അതാണ് ഈ മനുഷ്യനെ സൗഖ്യമാക്കാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇനി നമുക്ക് എൻ്റെ 10 മിനിറ്റും കണ്ടേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ വിഷയം പറഞ്ഞ് ഞാനൊരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പഠിത്തം നമുക്ക് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിലുള്ള ശക്തി. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ആ വാക്യങ്ങൾ 10-ാം വാക്യം വായിക്കുമ്പോൾ സിസ്റ്റർ ഒന്നുകൂടെ ഒന്ന് നിർത്തി ഒന്ന് വായിച്ചാട്ട്. സുജ സിസ്റ്റർ ഒന്നുകൂടെ നിർത്തി വായിച്ചാട്ട്. 4:10. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്നു നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. മതി. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയാണ് യേശുവിന്റെ നാമത്തിൽ. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിതാണ് ആൻഡ് ഹിസ് നെയിം ത്രൂ ഫെയ്ത്ത് ഇൻ ഹിസ് നെയിം. പ്രൈസ് ദി ലോർഡ്. അത് ബിൻസി ഒന്ന് വായിച്ചാട്ട് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇതൊന്ന് ചേർത്ത് മനസ്സിലാക്കാം. വിശ്വാസത്താൽ അവൻ നാമം തന്നെ നിങ്ങൾ കാണുകയും. മതി. അവന്റെ നാമം മൂലവും അവന്റെ നാമത്തിലുള്ള വിശ്വാസവും. അപ്പൊ 2 കാര്യമാണ് ഇവരിവിടെ ചൂണ്ടിക്കാണിച്ചത്. എന്തുകൊണ്ടാണ് ഈ അത്ഭുതം നടന്നത്? എങ്ങനെയാണ് ഈ മുടന്തൻ, കാലിൽ ഒട്ടും ബലമില്ലാതിരുന്ന ഈ മുടന്തൻ എഴുന്നേറ്റ് നടക്കാനും തുള്ളിച്ചാടാനുമുള്ള ബലം എങ്ങനെയാണ് ലഭിച്ചതെന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ വിവരിച്ചു പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഉള്ള ബലം, യേശുവിൻ്റെ നാമത്തിലുള്ള ശക്തിയും യേശുവിൻ്റെ നാമത്തിൽ കൂടെ ഞങ്ങൾക്ക് ഉള്ള വിശ്വാസത്താലും ഈ മനുഷ്യൻ സൗഖ്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മനസ്സിലായവരെല്ലാവരും ഒന്ന് കരവർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ എങ്ങനെയാണ് ഈ സൗഖ്യമായതിന്റെ 2 വിഷയമാണ് ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയും യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണം, ഒന്ന് ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയും യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താലും ഈ മനുഷ്യൻ സൗഖ്യമായി. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട, ഞാൻ ഒന്നുകൂടെ പറയാം. യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താലും ഈ മുടന്തൻ സൗഖ്യമായി തീർന്നു. ഞാൻ ഈ പറയുന്ന കാരണം ഞാനൊരു കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ഓർത്തോണം. ഈ മനുഷ്യൻ സൗഖ്യമായത് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാലും യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താലും ഈ വ്യക്തി സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ എല്ലാവരും. അപ്പൊ യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ് ഉള്ള ശക്തി കൊണ്ട് എന്ത് സാധിക്കുമെന്ന്
പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിലുള്ള ശക്തി കൊണ്ട് എന്ത് സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്കിനിയും വായിക്കേണ്ട, വായിച്ചതാണ്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല, യേശു എന്ന നാമം. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ നമുക്ക് എന്ത് സാധിക്കും? രക്ഷ പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രക്ഷിക്കപ്പെടാത്തവർ രക്ഷയിലേക്ക് വരാൻ സാധിക്കുന്ന വേറൊരു വിഷയം, നമ്മൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവർക്ക് വേണ്ടി നമ്മൾ വിശ്വസിച്ചാൽ അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവകൃപ അവരുടെ മേൽ പതിയും. ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ഈ മനുഷ്യൻ സൗഖ്യമായതുപോലെ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ പാപികൾ മാനസാന്തരപ്പെട്ട് മുമ്പോട്ട് വരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം പറഞ്ഞ് മനസ്സിലാക്കുന്ന വിഷയം ഇതാണ്: പാപികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. അത് പാപികളാണ് വിശ്വാസത്താൽ അത് ഏറ്റെടുക്കേണ്ടത് എങ്കിലും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ വിശ്വാസവും ഇവിടെ പത്രോസിന്റെയും യോഹന്നാന്റെയും വിശ്വാസം, യേശുവുള്ള വിശ്വാസം എങ്ങനെ ഈ മനുഷ്യന് സൗഖ്യത്തിന് കാരണമായി തീർന്നു എന്ന പോലെ തന്നെ നമ്മുടെ വിശ്വാസം അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയും ആയിത്തീരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്ന്. രണ്ടാമത്, നമ്മളിപ്പോൾ വായിച്ചു 3-ാം അധ്യായം 14-ാം വാക്യം, ആ നാമത്തിലുള്ള വിശ്വാസത്തിൽ രോഗശാന്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട്, ആ നാമത്തിലുള്ള വിശ്വാസത്തിലൂടെ ഭൂതങ്ങൾ പുറത്തു പോകും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിച്ചു, ഫോർ ദോസ് ഹു ബിലീവ് ദീസ് സൈൻസ് വിൽ ഫോളോ. ഈ അത്ഭുതങ്ങൾ അവരെ പിന്തുടരും. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ പുതിയ ഭാഷകൾ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനിയും നാലാമതായിട്ട്, ആ നാമത്തിലുള്ള വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് പുതിയ ഭാഷകൾ സംസാരിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതൃഭാഷ അല്ലാത്ത വേറൊരു സ്ഥലത്ത് മിഷണറി പ്രവർത്തനം പോവുകയാണെങ്കിൽ കർത്താവെ ഭാഷ തരണമെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിച്ചാൽ, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് ആ പുതിയ ഭാഷ ലഭ്യമാകും. പ്രൈസ് ദി ലോർഡ്. ആ പെന്തക്കോസ്ത് നാൾ നിങ്ങൾ കേട്ടു, അനേക രാജ്യങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാരെ അനേക ഭാഷകൾ സംസാരിച്ച യഹൂദന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം അന്ന് അവർക്ക് ഭാഷകൾ സംസാരിക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമതായിട്ട്, അവന്റെ നാമത്തിൽ ഇപ്പോൾ നമ്മൾ എന്തെല്ലാം സംസാരിച്ചു? യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ പാപികൾ രക്ഷിക്കപ്പെടാം, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ രോഗികൾ സൗഖ്യപ്പെടാം, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ ഭൂതങ്ങളെ പുറത്താക്കാം, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താലെ പുതിയ ഭാഷകൾ സംസാരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, പാസ്റ്ററെ എനിക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധമുള്ളത്? എനിക്ക് ചില അഡിക്ഷൻസ് എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ കള്ളു കുടിക്കുന്നവനാണ്. ഇവിടെ ഇരിക്കുന്ന ആരെയും കുറിച്ചല്ല പറയുന്നത്. കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ ഇത് ബാധിക്കും? അത് ആ ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം വീണ്ടും ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നമ്മൾ വായിച്ചതാണ്. എന്നാൽ ഒന്നുകൂടി വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 5 വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 16-24. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, രക്ഷ മാത്രമല്ല, ഹീലിംഗ് മാത്രമല്ല, രോഗസൗഖ്യം മാത്രമല്ല, ഭൂതങ്ങളെ പുറത്താക്കുന്നത് മാത്രമല്ല, പുതിയ ഭാഷകൾ സംസാരിക്കുന്നത് മാത്രമല്ല, നിന്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ആവശ്യമായിരിക്കുന്ന ഏത് വിഷയങ്ങളും ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമാകും. പ്രൈസ് ദി ലോർഡ് എന്ന് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ
16 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എന്ത് യാചിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. പവർ ഓഫ് അറ്റോർണി തന്നേക്കുന്നത് അപ്പോസ്തലന്മാർക്കോ പാസ്റ്റേഴ്സിനോ അത് പ്രവാചകന്മാർക്കോ മാത്രമല്ല. പിന്നെ ആർക്കാണ് ഈ പവർ ഓഫ് അറ്റോർണി തന്നേക്കുന്നത്? വിശ്വസിക്കുന്നവർ. ഇനിയും എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. വിശ്വാസികൾ, വിശ്വസിക്കുന്നവർ, വിശ്വാസികളായിട്ടുള്ള എല്ലാവരും കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചിട്ട് നിങ്ങളെ കുറിച്ച് എല്ലാവരും നിർത്തിക്കാറ്. നിങ്ങളെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളാൽ, വിശ്വാസികളാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. ഏത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്? രക്ഷ, രോഗശാന്തി, ഭൂതങ്ങളെ പുറത്താക്കുക, പുതിയ ഭാഷ സംസാരിക്കുക, പിന്നെ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങളാൽ, വിശ്വാസികളായ നമ്മളാൽ ഹല്ലേലൂയ നടക്കും. കാരണം എന്റെയോ നിന്റെയോ പക്വതി കൊണ്ടോ കഴിവുകൊണ്ടോ പ്രതാപം കൊണ്ടോ പഠനം കൊണ്ടോ അല്ല, പിന്നെയോ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയും യേശുവിന്റെ നാമത്തിന്റെ വിശ്വാസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശ്വാസികളാൽ നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം കേട്ടിട്ട് നിങ്ങൾ ഈ വചനം ധ്യാനിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരാവശ്യമുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൈവത്തോട് യാചിച്ചാൽ ഞങ്ങളുടെ യാചന കർത്താവ് നിങ്ങൾക്ക് നൽകും. അതുപോലെ മറ്റുള്ളവരായ വ്യക്തികളെ, രോഗികളായ വ്യക്തികളെ, സാമ്പത്തികമായിട്ട് കഷ്ടത അനുഭവിക്കുന്നവരെ, ദുഃഖിതരെ, നിരാശരെ, ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്ലാനിട്ടിരിക്കുന്നവരെ, ഇവരെയും ജീവിക്കുവാൻ വേണ്ടി നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ മുഖ്യാറ്, വിശ്വാസികളായ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ അധികാരം ഇന്നു മുതൽ നമ്മൾ ഉപയോഗിച്ച് നിങ്ങൾക്കും അനേകർക്കും ദൈവരാജ്യത്തിന്റെ മഹത്വം കാണുവാൻ കർത്താവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാൻ അപ്പോസ്തലർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി ഞാനും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതിന്റെ സാരം എന്തെന്ന് മനസ്സിലാക്കി ഇതുപോലെ തക്കവണ്ണം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസ ജീവിതങ്ങളുടെ മേലും നിന്റെ പരിശുദ്ധാത്മ ശക്തി പകർന്ന് ഹല്ലേലൂയ ഈ ദിവസങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഞങ്ങൾക്ക് ദൈവനാമം മഹത്വപ്പെടുവാനും യേശുക്രിസ്തു നാമം മഹത്വപ്പെടുവാനും കർത്താവെ ഇടയാക്കണമേ. നിന്റെ അഭിഷേകം നിന്റെ മക്കളുടെ മേൽ ഇന്ന് രാത്രി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസങ്ങള്, മാസങ്ങള്, വർഷങ്ങള് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ഒരു സമയമായിട്ട് കർത്താവ് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയുടെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ ദൈവം സഹായിച്ചല്ലോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ മാഹാത്മ്യം ഇന്ന് രാത്രി വീണ്ടും കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ബ്രദർ ജോൺസൺ ഗുജറാത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ പാസ്റ്റർ ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. കർത്താവായ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസനിൽ കൂടെ കർത്താവെ വിശ്വാസത്താൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും എന്തപേക്ഷിച്ചാലും കർത്താവെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നാമത്തിൽ ചോദിക്കുന്ന എന്തു കാര്യങ്ങളും
ദൈവമേ അങ്ങ് നൽകി കൊടുത്തതിനായി സ്തോത്രം കർത്താവേ. ഇത്രത്തോളം കർത്താവേ അടിയങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. അങ്ങയുടെ വചനത്തിൽ നിന്ന് കർത്താവേ ദൈവമേ സംസാരിക്കാൻ ദൈവദാസനെ എടുത്തു ഉപയോഗിച്ചതിനായി സ്തോത്രം കർത്താവേ. ഇത് ലീഡ് ചെയ്യുന്ന കർത്താവേ ഷാജിക ദാനിയൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലാലു ജേക്കബ് സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിനെ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാ ദേവദാസന്മാരെ എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇപ്പൊ രാത്രികാല കർത്താവടികളെയൊക്കെ അങ്ങ് അനുഗ്രഹിച്ചതായ സ്തോത്രം. വചനത്തിൽ നിന്ന് കൂടുതലായി പഠിച്ച് അങ്ങയുടെ നാമോത്തനായി ജീവിപ്പാൻ അടികളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തിരുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കടന്നു വന്ന് വരം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാബ് വർഗീസിനോട് നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് ബലത്തോടെ ശക്തീകരിച്ചുവല്ലോ. ദേവദാസനെ വീണ്ടും നമ്മൾക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ലാലു കേരളത്തിലാണ്. അദ്ദേഹം കേരളത്തിൽ നിന്ന് തക്ക സമയത്ത് ജോയിൻ ചെയ്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹം കേരളത്തിലുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ കാണാം. എനിക്ക് തോന്നുന്നു പുള്ളി എവിടെയാലും നിങ്ങളെ മറിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു, എവിടാന്ന് അറിയത്തില്ല. അദ്ദേഹം ഈ വെള്ളിയാഴ്ച അമേരിക്കയ്ക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർഡിനേഷൻ ദൈവം അനുവദിച്ചാൽ ശനിയാഴ്ച ഡാളസിൽ വെച്ച് നടക്കും. നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. വിസയുള്ളവരെല്ലാം ഡാളസിലേക്ക് കടന്നു വരിക. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം നമുക്ക് കർത്താവ് തരട്ടെ. എല്ലാ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്റെ യാത്രയിലും കുടുംബമായി അവർ കടന്നു വരുമ്പോൾ ദൈവകൃപ അനുഭവിപ്പാൻ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വീണ്ടും നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെയും നമ്മുടെ ബൈബിൾ കോളേജിനോട് കൂടെയും അധ്യാപകര് എല്ലാ ദൈവമക്കളോടുകൂടെയും ഇന്നു പോലെ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുടെ എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. God bless you. Thank you. God bless you all. Praise the Lord. Praise the Lord. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും കാണാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. Praise God. Amen. Thank you, Pastor.